ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നെല്ലിശ്ശേരിയിലെ എല്ലാ സ്വത്തുക്കളുടെയും സർവാധികാരിയായിട്ടുള്ള എന്റെ സ്ഥാനാരോഹണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പൊ അവരെല്ലാം പരിഭ്രാന്തരാണ്. അത് മാറി അവർ തിരിച്ചടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത അടി നമ്മൾ കൊടുത്തിരിക്കണം. മിസ്റ്റർ സേതുമാധവന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടോ? വേണ്ട, വെള്ളം, കുറച്ച് വെള്ളം. കുടിക്കേ കുടിക്കച്ച. സർ, ഇതൊക്കെ കള്ളപ്രമാണങ്ങളും വ്യാജരേഖകളുമാ. നിങ്ങൾ നിൽക്കേണ്ടത് ഞങ്ങൾക്കൊപ്പമല്ലേ? ഞങ്ങൾ ആരോടൊപ്പം നിൽക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളെ എല്ലാവരെയും ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇറക്കി വിടാം. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് അച്ഛനോടും ഈ കുടുംബത്തോടും അത്രയ്ക്ക് സ്നേഹമുണ്ട്. ഇപ്പോഴും ഞാൻ ഈ വീട്ടിലെ മരുമകളാ. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ സ്നേഹം നിങ്ങളോടെല്ലാം ഉള്ളതുകൊണ്ട് പറയാ. പെട്ടെന്നൊന്നും നിങ്ങളോട് ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറയില്ല. മനസ്സുകൊണ്ടൊന്ന് സെറ്റിൽ ആവാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തരാം. 24 hours. അതിനുള്ളിൽ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തന്നാ മതി. നാളെ ഇതേ സമയത്ത് ഞാൻ വരും. സ്വന്തമായിട്ട് എന്തെങ്കിലും വസ്ത്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എടുക്കാം. അതിലൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു മിനിറ്റ് പോലും ഞാൻ കൂടുതൽ അനുവദിക്കില്ല. ഇത്രയും അനുവദിച്ചു തന്നത് തന്നെ എന്റെ സൗജന്യമാണ്. അച്ഛനെയും ഈ വീടിനെ ഞങ്ങളെല്ലാം ചതിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ ആരാണെന്നാണ് ഇതിന്റെ വിചാരം? നിന്നെ കൊല്ലുകയാണ്. മാറങ്ങോട്ട്, ഇങ്ങോട്ട് മാറാൻ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് മാറാൻ, മാറങ്ങോട്ട്, മാറി നിൽക്കാൻ ഇങ്ങോട്ട്. ഇവരുടെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ചുമതലയാ. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കാം, ചോദ്യം ചെയ്യാം. പക്ഷെ അതെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം. ചതിച്ച് നേടുന്നൊന്നും ശാശ്വതമല്ലെന്ന് നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല. ദൈവം ഉണ്ടെങ്കിൽ സത്യം എന്താന്ന് കാലം തെളിയിക്കും. 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. അപ്പോ നിങ്ങള് ഒറ്റൊരെണ്ണം ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടായാൽ പോലീസ് നിങ്ങളെ ബലം പ്രയോഗിച്ച് പുറത്താക്കും. അച്ഛാ, ഞാൻ ഇറങ്ങാം. നാളെ രാവിലെ പുഴക്കടവിൽ എന്റെ അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങുണ്ട്. അതോടെ എന്റെ അച്ഛനോടും ഞങ്ങളോടും നിങ്ങൾ കാണിച്ച വഞ്ചനയുടെ കണക്ക് തീരാണ്. കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തുടങ്ങി വെച്ച കഥ തീരുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുമെങ്കിൽ അച്ഛൻ വരണം. ഈ വീട്ടിൽ നിന്ന് അച്ഛനെ മാത്രമേ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ. അപ്പൊ ശരി, ഇറങ്ങട്ടെ. 24 മണിക്കൂർ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം.
കിട്ടിയ സമയം കൊണ്ട് ഓരോന്നോരോന്നായിട്ട് എന്റെ പേരിലേക്ക് മാറ്റിയത് കിളവൻ മനസ്സിലാക്കിയില്ല. 24 മണിക്കൂർ അവർക്ക് സമയം കൊടുത്തത് ഒട്ടും ശരിയായില്ല. അതെന്റെ ദയാന്ന് അവർക്ക് തോന്നും. പക്ഷേ ആ 24 മണിക്കൂർ എങ്ങോട്ട് പോകണമെന്നറിയാതെ നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കളും നിന്ന് ഉരുകും. അവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കാൻ അവർ എന്തടവും പയറ്റും. അവരെന്തടവ് പയറ്റിയാലും നിയമം എന്റെ കൂടെയാണ് നിൽക്കുന്നതിപ്പോ. നമ്മളിപ്പോ ഈ ചെയ്തതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവർക്കധികം സമയമൊന്നും വേണ്ട. ഇനി അവർക്ക് ശ്വാസം വിടാൻ പോലുമുള്ള സമയം കൊടുക്കരുത്. അവരെ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് പോറ്റി സാറേ. എന്റെ അച്ഛന്റെ ചിതാഭസ്മം എനിക്ക് സന്തോഷത്തോടുകൂടി നിമഞ്ജനം ചെയ്യണം. എന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കണം. അത് കഴിഞ്ഞാ പിന്നെ നെല്ലിശ്ശേരിയിലേക്കുള്ള എന്റെ തിരിച്ചുകയറ്റമാ. പഴയ ആ മരുമകളുടെ പോസ്റ്റിലേക്കല്ല, നെല്ലിശ്ശേരിയിലെ എല്ലാ സ്വത്തുക്കളുടെയും സർവാധികാരിയായിട്ടുള്ള എന്റെ സ്ഥാനാരോഹണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പൊ അവരെല്ലാം പരിഭ്രാന്തരാണ്. അത് മാറി അവർ തിരിച്ചടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അടുത്ത അടി നമ്മൾ കൊടുത്തിരിക്കണം. സേതുമാധവനും മക്കളും ഇപ്പോഴും സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ളവരാണ്. അവരുടെ ഒരു സ്വാധീനവും ഇനി വിലപ്പോവില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. ഇനിയുള്ള അവന്തികയുടെ കളി കാണാൻ തയ്യാറായി കാത്തിരുന്നു എല്ലാവരും. നിങ്ങൾക്കെല്ലാവർക്കും കണ്ണു നിറയെ കാണാം നെല്ലിശ്ശേരിയുടെ സർവനാശം. എന്ത് മണ്ടത്തരം അച്ഛൻ കാണിച്ചത്. ഇനി ഇതിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അച്ഛൻ ഞങ്ങളെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടാണോ അത് ഒപ്പിട്ട് കൊടുത്തത്?